ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ വളരെ പ്രിയങ്കരനായിട്ടുള്ളൊരു റാപ്പർ വേടനെതിരെ പല വിവാദങ്ങളും നേരത്തെ ഉണ്ടായി. നമ്മുടെ പുലിപ്പല്ല് കേസടക്കമുണ്ടായി. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഒരു യുവ ഡോക്ടർ വേടനെതിരെ ഒരു പീഡന ആരോപണം നൽകിയിരിക്കുന്നു, പീഡന പരാതി. തൃക്കാക്കര പോലീസ് എന്തായാലും ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവുകളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഏതാണ്ട് 8-9 തവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. എന്നാലും അന്വേഷണം നടക്കുകയാണ്, സത്യാവസ്ഥ നമുക്കറിയില്ല. ഇപ്പോൾ ഈ യുവ ഡോക്ടറുടെ മൊഴിയുടെ ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കേസിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ മൊഴിയുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ് ജോണേട്ടാ? അത് ഹിരൺദാസ് മുരളി, അതെ വേടൻ. അതെ, എനിക്കൊന്ന് നമ്മൾ ഈ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ആവേശം ഈ വേടൻ്റെ ആരാധകർ എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് വേടനെ. കുട്ടികളിലേക്ക് ഒരു ഐക്കണായിട്ട്, കുട്ടികളുടെ ഒരു ഐക്കണാണ്. പക്ഷേ വേടനെ ഈ പറഞ്ഞതുപോലെ വേടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പുലിവാല് പിടിക്കും. അപ്പോൾ അതിനെ വേടൻ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഇനി വേടൻ പറയുന്നത് പോലെ വേട്ടയാടുകയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയതാണ് ഉണ്ടെങ്കിൽ അങ്ങനെ സത്യാവസ്ഥ അറിയണം. അത് ഇപ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് എന്തായാലും നമുക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ആ യുവതി പറഞ്ഞിട്ടുള്ളത് പോലെ, യുവതിയുടെ ഒരു മൊഴി ജയശങ്കർ പറഞ്ഞ പോലെ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടൊക്കെ കണ്ടിട്ട് ആരാധനയോടെ ഇൻസ്റ്റ വഴിയാണ്, ഇൻസ്റ്റ വലിയ കുഴപ്പമാണ്, ഇൻസ്റ്റ വഴിയാണ് പല ഒളിച്ചോട്ടങ്ങൾ, കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതെല്ലാം ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടുള്ള കുട്ടികളുടെ കല്യാണവും എല്ലാം അതുവഴിയാണ്. കാരണം അതിനകത്ത് ഈ ഇൻസ്റ്റയിലാണ് കൂടുതലും യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റയാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ തന്നെ അമ്മാവമുക്ക് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറി. അവിടെയാണ് ഈ പരിചയം, ഇൻസ്റ്റ വഴിയാണ്. അങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്. യുവതി PG ചെയ്യുന്ന സമയത്താണ്, 2021 PG ചെയ്യുന്ന സമയത്ത് 2021 ഏപ്രിലാണ് ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നത്. വേടൻ്റെ പാട്ടും, വേടൻ്റെ ഇൻസ്റ്റ പേജ് ഉണ്ട്, അതിനകത്ത് വരുന്ന പാട്ടുകളും വേടൻ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. അങ്ങനെ പരിചയപ്പെടുന്നു. പിന്നീട് ഫോൺ നമ്പർ പരസ്പരം കൈമാറുന്നു, മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അതിനുശേഷമാണ് ഇവർ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ കോഴിക്കോട് യുവ ഡോക്ടറുടെ ഫ്ലാറ്റിലേക്ക്, അതായത് വേടൻ യുവതിയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു. ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രണയവും ഒക്കെ ഉണ്ട്. ചാറ്റ് അങ്ങനെയാണല്ലോ, ഈ പലതരത്തിലുള്ള പ്രണയമുണ്ട്. നേരിട്ട് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയമുണ്ട്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു പ്രണയമാണ്. അങ്ങനെ പ്രണയിച്ചിട്ട് നേരെ അവിടെ ചെല്ലുന്ന ഈ മൊഴി പ്രകാരം ഈ യുവതിയെ ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു എന്നാണ് യുവതി പറയുന്നത്. അപ്പോൾ ചുംബിച്ചോളാൻ പറയുന്നു. അതിന് എഗ്രി ചെയ്ത് കൺസേണോടെയാണ്. അതെ. പക്ഷെ പിന്നീട് യുവതിയുടെ സമ്മതമില്ലാതെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന് യുവതിയോട് വേടൻ പറയുന്നു. അതിനുശേഷമാണ് ഇവരുടെ ബന്ധം അങ്ങനെ ദൃഢമായി മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. 3 ദിവസം അവിടെ താമസിച്ചു. ഈ ചെന്ന ദിവസം 3 ദിവസം ആ ഫ്ലാറ്റിൽ താമസിച്ചിട്ടാണ്, കാരണം വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ മൊഴിയിൽ പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല, യുവതി കൊടുത്ത മൊഴിയുടെ ചില വിശദാംശങ്ങളാണ് നമ്മളീ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തികമായി 2021 ഡിസംബറിൽ പുതിയ പാട്ടിറക്കണം. അന്ന് എനിക്ക് തോന്നുന്നു 2021 ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ വേടൻ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാളല്ല, അറിയപ്പെടുന്നത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആളുമല്ല. അപ്പോൾ പാട്ടിറക്കാൻ വേണ്ടിയിട്ട് യുവതിയോട് 10,000 രൂപ ചോദിക്കുന്നു. 2021 10,000 എന്ന് പറയുമ്പോൾ അത്യാവശ്യം എമൗണ്ടാണ്. അപ്പോൾ അത് കൊടുക്കുന്നു. 2021 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണയായി 30,000 രൂപ വരെ യുവതി കൊടുത്തു എന്നാണ് യുവതിയുടെ മൊഴി. അതുകൂടാതെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ 8,500 രൂപയോളം ടിക്കറ്റ് എടുത്ത് നൽകിയിട്ടുണ്ട് എന്ന് യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 2022 മാർച്ച് ജൂൺ മാസത്തിൽ വേടൻ വന്നിട്ട് യുവതിയുടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. ഇവർ പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കൊച്ചിയിൽ വരുന്നു. കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെ ഫ്ലാറ്റ് എടുക്കുന്നു. ആ ഫ്ലാറ്റിലും വേടൻ ചെല്ലുന്നു. വേടൻ ആ ഫ്ലാറ്റിലും ദിവസങ്ങളോളം അവിടെയും താമസിച്ചു. അപ്പോഴെല്ലാം വിവാഹം കഴിക്കാം എന്ന് പറയുന്നുണ്ടെന്നാണ് ഈ യുവതി പറയുന്നത്. കൂട്ടുകാരൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റുണ്ട്, അവിടെ വെച്ചിട്ടും
വേടൻ ഈ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 2023 ജൂലൈ 14 ഒരു കൊച്ചിയിൽ ഹോട്ടലിൽ ഒരു സംഗീത നിശയുണ്ട്, അവിടെ വെച്ച് കാണാം, അവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ് വേടൻ പോകുന്നത്. പക്ഷേ ആ ദിവസം വേടൻ വന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. തൊട്ടടുത്ത ദിവസം ഈ സുഹൃത്തുക്കളോടൊക്കെ അതിനകത്ത് ചില ഗായകരുടെയൊക്കെ പേരൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം നമ്മളത് ഇനി അവരെയും കൂടെ നമ്മളിനി വലിച്ചടച്ച് കുഴപ്പത്തിലാക്കണ്ട. അപ്പോൾ വേടൻ ആ സമയത്ത് ചെല്ലുന്നില്ല. പിന്നീട് ചെല്ലുന്നു. ജൂലൈ 15 ഫ്ലാറ്റിൽ വേടൻ എത്തുന്നു. വലിയ ദേഷ്യത്തിലാണ് വേടൻ എത്തിയതെന്നാണ് യുവതി പറയുന്നത്. ദേഷ്യത്തിലെത്തിയിട്ട് പറഞ്ഞു, നീ ടോക്സിക്കാണ്, പെൺകുട്ടി ടോക്സിക്കാണ് വേടൻ പറയുന്നു. പെൺകുട്ടി ടോക്സിക്കാണ്, അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാം, നമ്മളിവിടെ വെച്ച് പിരിയുകയാണ്. ഈ പ്രണയിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചില ആരോപണങ്ങൾ അതിന്റെ കൂട്ടത്തിലുണ്ട്. മറ്റു പെൺകുട്ടികളുമായി ഈ യുവതി കാരണം മറ്റ് പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ വേടന് പറ്റുന്നില്ല, അതിന് അനുവദിക്കുന്നില്ല എന്ന് വേടൻ പറഞ്ഞു എന്നാണ് ഈ യുവതിയുടെ മൊഴിയിലുള്ളത്. അങ്ങനെ എന്തായാലും ഇവർ അവിടെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വേടൻ പോവുകയാണ്. വേടൻ പോകുന്ന സമയത്ത് വേടനെ പിന്നീട് കുട്ടി വിളിക്കുമ്പോൾ സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വേടൻ പോകുന്നു. പിന്നീട് പലതവണ ഫോണിൽ വിളിച്ചിട്ടും വേടൻ യുവതി എന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടുകാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പേരെടുത്ത് പറയാത്ത കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇറങ്ങിയ സമയത്ത് ഇവരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫോൺ എടുക്കുന്നില്ല. ആ ബന്ധം വേടൻ അവിടെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുക്കാൻ ഇത്രയും താമസിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേടൻ്റെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ ആദ്യത്തെ പ്രണയമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ വലിയ ട്രോമയിലായിപ്പോയി എന്ന് യുവതി പറയുന്നുണ്ട്. വേടനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കും, വേടൻ ഈ യുവതിയെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അത് വലിയ ട്രോമയായി, മാനസിക സംഘർഷം, വിഷാദ രോഗത്തിലേക്ക് പോയി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് കരകയറാൻ കുറേ താമസിച്ചു എന്നാണ് യുവതി പറയുന്നത്. എന്തായാലും വേടൻ ജീവിതത്തിലേക്ക് വീണ്ടും ആ യുവതിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു, അപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നത് എന്നാണ് ഈ യുവതി പറയുന്നതും കേസ് കൊടുക്കാൻ തയ്യാറായതും ഒക്കെ എന്നാണ് യുവതി പറയുന്നത്. 376(2) ആ വകുപ്പ് ഇട്ടിട്ടാണ് കേസെടുത്തത്, IPC. കാരണം IPC ഇട്ട് കേസെടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് BNS വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് IPC ഇട്ടിട്ട് കേസെടുത്തിരിക്കുന്നത്. വേടൻ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി നേരിടും. നമുക്കറിയാം, വേടന് വലിയ ആരാധകരുള്ളപ്പോൾ തന്നെ വേടന് ശക്തമായ എതിർപ്പും പല കോണിൽ നിന്നും ഉണ്ട്. പലപ്പോഴും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. മാസങ്ങളോളം ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ചില സൂചനകൾ മാത്രം. അപ്പോൾ ഈ ഉഭയസമ്മത പ്രകാരമാണ് ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കേസ് നിലനിൽക്കണമെന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെ പല കേസുകളിൽ ഒരു കേസ് വന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നു. ഓൾറെഡി ഈ കേസ് കൊടുത്ത യുവതി വിവാഹിതയാണ്. അപ്പോൾ വിവാഹിതയായ യുവതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ് കൊടുത്തത്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹിതയാണ്, വിവാഹിതയായ ആൾക്ക് വേറൊരാൾ വന്നിട്ട് നിങ്ങളെ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകുമ്പോൾ നിങ്ങൾ എന്താണ് സമ്മതിച്ചത് എന്ന് ചോദിച്ചു. ആ കേസ് തള്ളിപ്പോയി. അതായത് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നത്. ഇതിപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി, അതുപോലെ പ്രണയിച്ചിരുന്നപ്പോൾ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബന്ധത്തിലേർപ്പെടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര പോലീസാണ് ഇതിന് കേസെടുത്തിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നു. പിന്നെ വേടൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഉറപ്പായും ഈ വിഷയം സോഷ്യൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേടൻ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ വേടൻ ഇതിനകത്ത് തെറ്റുകാരൻ. വേടനെതിരെ നേരത്തെ 2021 മീറ്റു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ഒരു യുവതിയുടെ വളരെ എന്താ പറയുന്ന വലിയ തരത്തിലുള്ള ആരോപണമാണ് വന്നിട്ടുള്ളത്. അത് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാനായിട്ടാണോ ചർച്ച എടുക്കുന്ന ഇന്നേ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വിജയ് ബാബു, സിനിമാ നടൻ വിജയ് ബാബു, നിർമ്മാതാവ്, അദ്ദേഹത്തിനെതിരെ ഒരു നടിയുടെ പരാതി ഉണ്ടായിരുന്നു. അന്ന് ഈ വിജയ് ബാബു രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ
വിജയ് ബാബു ഈ ചാറ്റൊന്നും കളഞ്ഞില്ല. വിജയ് ബാബുവിന് ജാമ്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വാട്സപ്പ് ചാറ്റ് കളയാതെ ഇട്ടിരുന്നതുകൊണ്ടാണ് തെളിവായിട്ട് മാറിയത്. കാരണം ആ ചാറ്റ് കോടതി പരിശോധിച്ചു. ആ ചാറ്റ് കോടതി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, രണ്ടുപേരുടെയും ചാറ്റിൽ പല കാര്യങ്ങളും മ്യൂച്വൽ കൺസെൻറ്റിനോട് കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇവർ പല പ്രണയഭാവങ്ങളും കൈമാറിയിട്ടുണ്ട്, മെസ്സേജുകളിലൂടെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. വളരെ വിവാദമായിട്ടുള്ള കേസാണ്. വിദേശത്ത് പുള്ളി ഇവിടെ എത്തിക്കാനായിട്ട് നമുക്കങ്ങനെ കേട്ടുകളില്ലാത്ത ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചാറ്റൊക്കെ നമുക്ക് പറയാനുള്ളത്, പുരുഷന്മാരോടായാലും സ്ത്രീകളോടായാലും പറയാനുള്ളത്, സ്ത്രീകളായിരിക്കുമല്ലോ കേസ് കൊടുക്കുക. അപ്പോൾ ഈ പ്രണയിച്ചിരിക്കുന്ന പുരുഷന്മാർ ആ സമയത്തുള്ള ചാറ്റുകളൊക്കെ കളയാതെ സൂക്ഷിച്ചു വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ വലിയ പണി കിട്ടും. തെളിവില്ല, ഡിജിറ്റൽ എവിഡൻസിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ പുരുഷന്മാർ ഇതെല്ലാം കൂടെ ക്ലിയർ ചാറ്റ് ചെയ്ത് കളയുകയും സ്ത്രീകൾ ഇത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ തെളിവില്ലല്ലോ, നമ്മുടെ കയ്യിൽ തെളിവില്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറമുള്ള സ്റ്റോറേജ് നമുക്ക് ബാക്കപ്പ് എടുക്കാനും അത് മാത്രമല്ല, ഈ അടുത്ത് നമ്മൾ ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ ആ മെസ്സേജിൻ്റെ മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും ഇല്ല, ആ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മെസ്സേജ് വായിച്ചിട്ട് ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് ഇത്, അല്ല അയാൾ നേരത്തെ വേണ്ട, ഈ പറഞ്ഞ പോലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്, പക്ഷേ ഈ മെസ്സേജ് എനിക്ക് ഇട്ടിരിക്കുന്നു, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞ അങ്ങനെയല്ല, ആ കുട്ടിയെ ഇഷ്ടമാണെന്നല്ല, മറ്റൊരു കുടുംബത്തിലുള്ള ആളിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ മെസ്സേജാണ് ഈ യുവാവ് ഇട്ടിരിക്കുന്നത്. താഴെയുള്ള മെസ്സേജുകൾ മുകളിലും താഴെയുള്ളതില്ല. എന്നിട്ട് ഇത് എന്നെ ഇഷ്ടമാണ്, അവൻ പിണങ്ങി പോയവനാണ്, അവൻ വീണ്ടും വന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ചില നവമാധ്യമങ്ങളൊക്കെ വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വേടൻ്റെ ഈ വിഷയം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉഭയസമ്മത പ്രകാരമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനി കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് ഇനി കേസെടുത്ത ഒരു അന്വേഷണം, അതായത് യുവതി ഈ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഈ വേടനും യുവതിയും അവിടെ ഉണ്ടോ, ഫ്ലാറ്റിലുണ്ടായിരുന്നോ, ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. അതിന് ശേഷം മാത്രമേ അറസ്റ്റിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് പോവുകയുള്ളൂ. അപ്പോൾ പഴയതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോടതിയുടെ നിരന്തരമായ ഇത്തരം വിധികൾ വരുന്നതുകൊണ്ട് പോലീസും പണ്ടങ്ങനെയല്ല, ഒരു പീഡന പരാതി വന്നാൽ ഉടൻ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി അകത്തിടുന്ന ഒരു രീതിയാണ്. കുറച്ചുകൂടെ ഏകപക്ഷീയമായിട്ട് പോലീസ്, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് അന്ധമായ സ്ത്രീപക്ഷം നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇത്തരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പം ഈ നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വന്ന ഓർമ്മയുണ്ടല്ലോ, നിവിൻ പോളിക്കെതിരെ കേസ് വന്നു. നിവിൻ പോളി യഥാർത്ഥത്തിൽ ആ സമയത്ത് അവിടെ ഇല്ലാത്ത ഒരാളിനെതിരെയാണ്, ആ സ്ഥലത്തേ ഇല്ലാത്ത ഒരാളിനെതിരെയാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സധൈര്യം നിവിൻ പോളി വന്ന് മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ഈ കഷ്ടകാലത്തിന് ഈ പറഞ്ഞ ടവർ ലൊക്കേഷനിൽ നിവിൻ പോളി ഉണ്ടായിരുന്നെങ്കിൽ നിവിൻ പോളി ആ കേസിൽ പെട്ടുപോയേനെ. അപ്പം ഇത് തെളിയിക്കാൻ പറ്റി, അതാണ്. അപ്പം എന്തായാലും ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത്, എന്തായാലും വേടനെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ആഘോഷിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വേടന്റെ പറയുന്നുണ്ട് ഓഡിയോ ക്ലിപ്പ് അടക്കം തെളിയിക്കുന്ന വേടന്റെ കയ്യിൽ തെളിവുകളാണ്, വേടനും പറയുന്നുണ്ട്. കോടതി ഇപ്പോൾ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ.